ഇത് നേരിൻ്റെ നേർക്കാഴ്ചയാണ്. ഗ്രാമസൗന്ദര്യത്തിൻ്റെ നൈർമല്യവും നന്മയും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ സാർത്ഥക ജീവിതത്തിൻ്റെ നേർക്കാഴ്ച. അർത്ഥപൂർണമായ ജീവിതയാത്രയുടെ അർദ്ധശതകത്തിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ ഭാരതമൊട്ടാകെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ഉജ്ജ്വല വ്യക്തിത്വമായി നിറഞ്ഞു നിൽക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു മനുഷ്യസ്നേഹിയുടെ ജീവിത വിജയത്തിൻ്റെ നേർ ചിത്രങ്ങൾ. പ്രകൃതിയുടെ നിറച്ചാർത്തിന് ഭംഗിമയേറ്റിക്കൊണ്ടും കേരളീയ വാസ്തുകലാ പാരമ്പര്യത്തിൻ്റെ തനിമയെ മുറുകെ പുണർന്നുകൊണ്ടും അതിഥി ദേവോ ഭവയെന്ന ഭാരതീയ പാരമ്പര്യത്തെ പൂർണ്ണമായും പാലിച്ചുകൊണ്ടും ഒരു സുന്ദര ഭവനം പെരിഞ്ചേരിൽ അഞ്ജനം. മലയാള നാടിൻ്റെ അക്ഷരഖനിയായ കോട്ടയത്ത് കൊടൂരാറിൻ്റെ തലോടലേറ്റ് കിടക്കുന്ന കൊല്ലാട് ഗ്രാമത്തിലെ പെരിഞ്ചേരിൽ അഞ്ജനത്തിൽ ജിമ്മി ജോർജ് എന്ന JP ജോർജ് 1965 ഏപ്രിൽ 24 കോട്ടയം കൈതയിൽ പടിഞ്ഞാറേക്കുറ്റ് കുടുംബത്തിലെ PJ ജോർജിൻ്റെയും കൊല്ലാട് പെരിഞ്ചേരിൽ ഭവനത്തിലെ മോളി ജോർജിൻ്റെയും മകനായി പിറന്ന ജിമ്മി അനിതര സാധാരണമായ ആത്മവിശ്വാസവും അധ്വാനവും കൈമുതലാക്കി നേടിയെടുത്തത് അംഗീകാരങ്ങളുടെയും അഭിനന്ദനങ്ങളുടെയും അളവറ്റ നിധിയാണ്. വിശ്രമമില്ലാത്ത പൊതുപ്രവർത്തനത്തിൻ്റെ ഗൗരവമാർന്ന യാത്രകൾക്കെല്ലാം ആത്മവിശ്വാസത്തോടൊപ്പം നിറഞ്ഞ പ്രാർത്ഥനയും ജിമ്മി ജോർജിന് അനുഗ്രഹമാകുന്നു. ഇടവക പള്ളിയായ കൊല്ലാട് മാർത്തോമ തിരുദേവാലയത്തിലെ പ്രാർത്ഥനയും ആ സന്നിധിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പൂർവികരുടെയും വന്ധ്യപിതാവിൻ്റെയും അനുഗ്രഹത്തിനും കരുതലിനുമായുള്ള അർത്ഥനയുമില്ലാതെ ജിമ്മി ജോർജിൻ്റെ യാത്രകൾ ആരംഭിക്കാറില്ല. സംസ്ഥാന ദേശീയ തലങ്ങളിൽ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, സാംസ്കാരിക രംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴും ഗ്രാമീണ ജീവിതത്തിൻ്റെ തനിമയും സുഖവും ജിമ്മിയെ കൂടുതൽ ഊർജ്ജസ്വലനാക്കുന്നു. മണ്ണിനെ പൊന്നാക്കുന്ന കാർഷിക വൃത്തിയിലും മറ്റും ഈ മനുഷ്യന്റെ കയ്യൊപ്പ് സദാ പതിഞ്ഞു കിടക്കുന്നത് ആർക്കും സുവ്യക്തമാണ്.
പാലാ സെന്റ് വിൻസെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലാണ് ജിമ്മി ജോർജ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പ്രകൃതി സ്നേഹത്തിന്റെയും വിജ്ഞാന സമ്പാദനത്തിന്റെയും കരുതലിന്റെയും വിനയത്തിന്റെയും ഒക്കെ ബാലപാഠങ്ങൾ ഇവിടെ നിന്നുമാണ് ജിമ്മി ജോർജ് സ്വായത്തമാക്കിയത്. സ്കൂൾ വിദ്യാഭ്യാസത്തെ തുടർന്ന് പാലാ സെന്റ് തോമസ് കോളേജിൽ ജിമ്മി ജോർജ് വിദ്യാർത്ഥിയായി. രാഷ്ട്രീയത്തിന്റെയും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെയും ആദ്യ പാഠങ്ങൾ അദ്ദേഹത്തിന് പകർന്നു നൽകിയത് പാലാ സെന്റ് തോമസ് എന്ന ഈ കലാലയ കാരണവരാണ്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടർ പഠനം നടത്തിയപ്പോഴും ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന ഗൗരവമാർന്ന വിഷയത്തിൽ PhD പൂർത്തിയാക്കുമ്പോഴുമെല്ലാം ജിമ്മി ജോർജ് ഏറ്റവും ആദരവോടെ കണ്ടത് ഈ കലാലയത്തെ തന്നെയാണ്. ഒരുപാട് ഓർമ്മകൾ വരികയാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഒരുപാട് മഹാരഥന്മാരെ സൃഷ്ടിച്ച ഈ നാടിനെ സംഭാവന ചെയ്ത ഒരു കോളേജാണ് പാലാ സെന്റ് തോമസ് കോളേജ്. ഈ കോളേജിൽ പഠിക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായി. ഇവിടെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് കോളേജ് ജീവിതമാണ് എന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പോവുകയാണ്. ഒരുപാട് ഓർമ്മകളുണ്ട്. ഇവിടെ ഇതിൻ്റെ ഓരോ മണൽത്തരികളും എനിക്ക് സുപരിചിതമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റിൽ ഞങ്ങളന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന ഒരു ചായക്കടയുണ്ട്. ഇപ്പോഴും അന്നത്തെ കാലത്തേതുപോലെ തന്നെ ഇപ്പോഴും അത് അവിടെ തന്നെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ അവിടേക്ക് പോവുകയാണ്. അവിടെ ടോമിയുടെ ചായക്കട എന്ന് പറയും. ഇപ്പോഴും ഒരു മാറ്റവും വരാതെ 40 കൊല്ലത്തിന് ശേഷവും ഒരു മാറ്റവും വരാതെ ആ ചായക്കട അതുപോലെ തന്നെ അവിടെ ഉണ്ട്. അതുപോലെ അൽഫോൻസ കോളേജ്, സെന്റ് തോമസ് കോളേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ എതിർവശത്തുള്ള അൽഫോൻസ കോളേജ് ഇല്ലാതെ സെന്റ് തോമസ് കോളേജിന് പൂർണ്ണതയില്ല. അവിടെ ഇത് ആണുങ്ങൾ മാത്രം പഠിക്കുന്ന കോളേജ്, അത് പെണ്ണുങ്ങൾ മാത്രം പഠിക്കുന്ന കോളേജ്. അപ്പോൾ ഒരുപാട് ഈ രണ്ട് കോളേജുകളുടെയും മധ്യത്തിലുള്ള ഈ വഴിയിൽ ഒരുപാട് ചരിത്രങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. ഒരുപാട് സമരങ്ങൾ ഒക്കെ നടന്ന ഒരു സ്ഥലമാണിത്. അന്നൊക്കെ കോളേജ് യൂണിയൻ ഒക്കെ വലിയ പ്രമാദമായ സംഭവമായിരുന്നു. വലിയ സമരങ്ങൾ, വലിയ പോലീസ് ലാത്തിച്ചാർജൊക്കെ നടന്ന കോളേജാണിത്. അങ്ങനെ ഓർമ്മിച്ചെടുത്താൽ ഒരുപാട് കാര്യങ്ങൾ, പക്ഷേ അതൊന്നും പറഞ്ഞു തുടങ്ങിയാൽ തീരാത്തതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി. ഒരു 10-30 കൊല്ലം പുറകോട്ട് പോയതുപോലെ ജീവിതം ഒന്ന് റിഫ്രഷ് ചെയ്യാൻ സാധിച്ചു എനിക്ക് തോന്നുകയാണ്. വിദ്യാഭ്യാസത്തിന് ശേഷം ബിസിനസ് സംരംഭവുമായി ദേശീയ തലസ്ഥാനത്ത് എത്തിച്ചേർന്ന ജിമ്മി ജോർജിന് പിന്നീട് വിശ്രമം എന്തെന്നറിയാനായിട്ടില്ല. ബിസിനസ് രംഗത്തെ അഭിവൃദ്ധിക്കൊപ്പം ഡൽഹിയുടെ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക രംഗങ്ങളിൽ നിറസാന്നിധ്യമാവാനും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സാധിച്ചു. ഡൽഹി മാർത്തോമ പള്ളിയുടെ മദർ പാരീഷായ കരോൾ ബാഗ് മാർത്തോമ ചർച്ച് നവീകരിച്ചത് ജിമ്മി ജോർജ് സെക്രട്ടറിയായിരുന്ന കാലത്താണ്.
സഭയുടെ ഉത്തരവാദിത്വത്തിൽ ഡൽഹിയിൽ പ്രവർത്തനം ആരംഭിച്ച സെന്റ് ജോൺ സ്കൂളിന്റെ സ്ഥാപകരിൽ പ്രമുഖ സ്ഥാനവും ഇദ്ദേഹത്തിനുണ്ട്. മാർത്തോമാ സഭയുടെ മഹത്വമാർന്ന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ഡൽഹി അരമനയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചവരിൽ പ്രഥമ ഗണനീയനാണ് ജിമ്മി ജോർജ്. ജിമ്മി ജോർജിനെ എനിക്ക് 1996 മുതലുള്ള പരിചയമാണ്. ഞാൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് ഡൽഹിയിലേക്ക് താമസം മാറ്റുമ്പോൾ ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി ഡൽഹിയിലെ കരോൾ ബാഗിലുള്ള മാർത്തോമ പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ കോട്ടയത്ത് മാർത്തോമക്കാരനായതുകൊണ്ട്. അന്ന് ജിമ്മി ജോർജ് ആ പള്ളിയിലെ ട്രസ്റ്റിയായിരുന്നു. അപ്പം സാധാരണഗതിയിൽ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാനിടയായി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നാട് കോട്ടയമാണെന്നുള്ളത് അറിഞ്ഞതും പിന്നെ ഞങ്ങൾ വളരെ അടുത്തു. ആ പള്ളി വളരെ വളരെ പഴക്കമുള്ളതായതുകൊണ്ട് അത് വളരെ ജീർണിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ. അതൊന്ന് പുതുക്കി മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടപ്പോൾ അത് മുൻകൈ എടുത്തത് മുഴുവനും ജിമ്മി ജോർജാണ്. അത് ഏകദേശം 1.5 വർഷം കൊണ്ട് പള്ളിയുടെ ആരാധന മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനും അതിൻ്റെ ഇടയ്ക്ക് പള്ളി പൂർണ്ണമായിട്ടും ആധുനീകരിക്കുന്നതിനും സാധിച്ചതിൻ്റെ ഒരാളുടെ പേര് പറയാൻ എന്നോട് ചോദിച്ചാൽ അത് ജിമ്മി ജോർജിൻ്റെ പേരേ ഞാൻ പറയുള്ളൂ. കാരണം അത്രയും അതിനകത്ത് അദ്ദേഹത്തിൻ്റെ എഫർട്ട് ഉണ്ടായിരുന്നു. അപ്പം ജിമ്മി ജോർജിൻ്റെ ലീഡർഷിപ്പും ഇനീഷ്യേറ്റീവും ഒക്കെ എന്നെ അന്ന് ഇമ്പ്രസ് ചെയ്തായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയമൊക്കെ ഉണ്ടെന്ന് ഞാൻ പിന്നെ അറിഞ്ഞു. അന്നൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെ ഞാൻ ഡൽഹിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് നടന്നു പോകാമെന്നുള്ള ദൂരത്തിൽ അദ്ദേഹം ഒരു നല്ലൊരു വീടൊക്കെ പണിത് വളരെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചു. അത് എനിക്കൊരു സന്തോഷമാണ്. കാരണം രാവിലെ നടക്കാൻ പോകുമ്പം പല സമയങ്ങളിലും അദ്ദേഹത്തെ കാണാനും അദ്ദേഹവുമായിട്ട് കുശലം പറയാനും സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെ ലീഡർഷിപ്പുള്ള ഒരാളാണ്. അത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തുമായിട്ട് പരിചയപ്പെടാനും ആ പരിചയം തുടരാനും സാധിച്ചതിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. കേരളത്തിന്റെ സാംസ്കാരിക സമൃദ്ധിയുടെ അടയാളമായ തൃശൂർ പൂരത്തിന്റെ മാതൃകയിൽ ഡൽഹിയിൽ ആദ്യമായി ആഘോഷമൊരുക്കിയത് ജിമ്മി ജോർജാണ്. കരിവീരന്മാരും മേളക്കൊഴുപ്പും ആനച്ചമയങ്ങളും കരിമരുന്ന് പ്രയോഗവുമെല്ലാം കേരളത്തിന് പുറത്താദ്യമായി ഒരുക്കിയതിനുള്ള അഭിനന്ദനങ്ങൾക്ക് നാളിതുവരെ അർഹനായിട്ടുള്ളത് ജിമ്മി ജോർജ് മാത്രം. ഡൽഹിയിലെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുവാൻ ജിമ്മി ജോർജിന് സാധിച്ചു എന്നറിയുന്നത് ഓരോ മലയാളിക്കും അഭിമാനകരമാണ് എന്നതിൽ തർക്കമില്ലല്ലോ. ശ്രീ ജിമ്മി ജോർജ് എൻ്റെ നാട്ടുകാരനും എൻ്റെ അടുത്ത ഒരു സുഹൃത്തുമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ വീട് എൻ്റെ സ്വന്തം നാട്ടിൽ ആണ്. അദ്ദേഹം ഇന്ന് താമസിക്കുന്നത് പുതുപ്പള്ളിയുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് പനശിക്കാട് പഞ്ചായത്താണ്. എനിക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ അറിയാം. ഒരു ബിസിനസ്സുകാരനായിട്ടും ഒരു രാഷ്ട്രീയ നേതാവായിട്ടും ഈ രണ്ട് രംഗത്തും ശോഭിച്ചിട്ടുള്ള ഒരു യുവസാരഥിയാണ് ശ്രീ ജിമ്മി. ജിമ്മി ഇന്ന് രാഷ്ട്രീയമായി വ്യത്യസ്തമായ ഒരു ചേരിയിലാണെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം ഇന്നും നിലനിൽക്കുന്നു. എനിക്ക് എന്നും ഏറ്റവും അടുപ്പുള്ള ശ്രീ ജിമ്മി ജോർജിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ആഘോഷങ്ങൾ ഒരുക്കുന്നതിൽ മാത്രമല്ല, അശരണരുടെ കണ്ണീരൊപ്പാനും ജിമ്മി ജോർജ് എന്നും മുന്നിലുണ്ടായിരുന്നു. ഗുജറാത്തിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ സഹായഹസ്തവുമായി ഈ മനുഷ്യസ്നേഹി ഓടിയെത്തി. 20-ലധികം ട്രക്കുകളിൽ അവശ്യ സാധനങ്ങളുമായി ഈ പ്രദേശങ്ങളിൽ എത്തുവാനും 2 ആഴ്ചയിലധികം ദുരന്തഭൂമിയിൽ തന്നെ കഴിഞ്ഞുകൊണ്ട്
നിസ്സഹായർക്ക് സാന്ത്വനമാകുവാനും ജിമ്മി ജോർജിന് സാധിച്ചു. ജിമ്മി ജോർജിൻ്റെ ത്യാഗത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സത്യചിത്രങ്ങളാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ശ്രീ ജിമ്മി ജോർജ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ, സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഈ ദേശത്തെ പൊതുവായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എല്ലാ നിലയിലും അതീവ ജാഗ്രതയോടുകൂടി ജനങ്ങളുടെ സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിട്ടാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. അദ്ദേഹം എല്ലാവരുമായിട്ട് നല്ല ബന്ധം നിലനിർത്താൻ ഒരിക്കലും മടി കാണിക്കാറേയില്ല. കൊല്ലാട് വള്ളംകളി സംഘടിപ്പിച്ചപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയും ജനങ്ങളെ എല്ലാവരെയും കൂട്ടിയിണക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന ശ്രീ ജിമ്മി ജോർജിൻ്റെ പ്രവർത്തനത്തെ ഞാൻ ഒരിക്കൽ കൂടി നിറഞ്ഞ ഹൃദയത്തോടു കൂടി അഭിനന്ദിക്കുകയാണ്. 1990 ശ്രീ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ NCP രൂപം കൊണ്ടപ്പോൾ ജിമ്മി ജോർജ് അതിൽ അംഗമാകുകയും സംഘടനയിലെ അനിഷേധ്യ സാന്നിധ്യമാവുകയും ചെയ്തു. ദേശീയ ന്യൂനപക്ഷ സെൽ വൈസ് ചെയർമാൻ, പാർട്ടി വക്താവ്, ദേശീയ സമിതി അംഗം എന്നിങ്ങനെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഔന്നത്യത്തിലേക്കുള്ള പടവുകൾ ഒന്നൊന്നായി ചവിട്ടിക്കയറിയ ജിമ്മി ജോർജ് ഇപ്പോൾ NCP ദേശീയ സെക്രട്ടറിയും ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്. ദ്വീപുകാർക്ക് ഇന്ന് വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് ശ്രീ ജിമ്മി ജോർജ്. രാഷ്ട്രീയ ബന്ധങ്ങളെക്കാളും ഹൃദയം കൊണ്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന പ്രവർത്തകരിൽ ഇന്ന് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ സ്ഥാനം ജിമ്മി ചായനാണ്. അദ്ദേഹം ഒരു ദ്വീപുകാരനായി തന്നെ ഞങ്ങളോടൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടത്തും നിന്നിട്ടുണ്ട്. ശ്രീ ജിമ്മി ജോർജിനെ 1980 മുതൽ വളരെ അടുത്ത് പരിചയമുള്ള ഒരാളാണ് ഞാൻ. പരിചയപ്പെട്ട കാലം മുതൽ വളരെ സൗഹൃദം നിറഞ്ഞ മനോഭാവത്തോടു കൂടിയാണ് എല്ലാ കാലത്തും അദ്ദേഹം എന്നോട് പെരുമാറിയിട്ടുള്ളത്. തുടർന്ന് ഒരേ പാർട്ടിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം സൗഹൃദം ഒട്ടും നഷ്ടപ്പെടാതെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും പക്വതയോടെ സമചിത്തതയോടെ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ജിമ്മി സ്വീകരിച്ചിട്ടുള്ളത്. ഇതേ നയചാതുര്യം തന്നെയാണ് ബിസിനസ് രംഗത്തും ശ്രീ ജിമ്മി സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതിൻ്റെ ഫലമായി 2 മേഖലകളിലും നല്ല വിജയമാണ് ജിമ്മിക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ രംഗത്തെ ഉന്നത പദവികൾക്കൊപ്പം വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളുടെ നേതൃസ്ഥാനത്തും ജിമ്മി ജോർജ് ഉണ്ട്. കേരള ബിൽഡേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ്, ന്യൂഡൽഹി ആസ്ഥാനമായ വൈസ്മൻ ഇന്റർനാഷണൽ പ്രസിഡന്റ്, ഡൽഹിയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്നതും രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്നതുമായ കൃഷി ജാഗരൺ എന്ന പ്രസിദ്ധീകരണത്തിന്റെ അസോസിയേറ്റ് എഡിറ്റർ, ഡൽഹി മലയാളി അസോസിയേഷൻ ഉപദേശക സമിതി അംഗം, നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ട്രസ്റ്റിന്റെ ട്രസ്റ്റി, തിരുവനന്തപുരം ഗോകുലം മെഡിക്കൽ കോളേജിന്റെ സ്ഥാപക ട്രസ്റ്റി, ശ്രീ ഗോകുലം ഗ്രൂപ്പിന്റെ ഡയറക്ടർ, ഇങ്ങനെ എത്രയോ ഉന്നത സ്ഥാനങ്ങൾ. കലാരംഗത്തിന്റെ വളർച്ചയ്ക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി വരുന്ന ജിമ്മി ജോർജ് സിനിമാ സെൻസർ ബോർഡ് അംഗമായും സ്തുത്യർഹ സേവനം നൽകിയിട്ടുണ്ട്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അതുപോലെ ഡൽഹിയിലുള്ള ശരത് പവാർ ഉൾപ്പെടെ, പ്രഫുൽ പട്ടേൽ ഉൾപ്പെടെ, അതുപോലെ ഉള്ള വലിയ നേതാക്കന്മാരുമായിട്ടുള്ള അടുത്ത ബന്ധം
അദ്ദേഹം പുലർത്തുന്നു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഗ്രഹമാണ്. ജിമ്മി ജോർജിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കരുത്തും ഊർജവും പകരുന്നവരിൽ പ്രഥമ ഗണനീയനാണ് ഗോകുലം ഗ്രൂപ്പിന്റെ ജീവചൈതന്യമായ ശ്രീ ഗോകുലം ഗോപാലൻ. ആ ആത്മബന്ധത്തിന്റെ സാക്ഷ്യപത്രമാണ് ഈ വാക്കുകൾ. അഭിപ്രായങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ അത് വിജയത്തിലേക്ക് എത്തും എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച അദ്ദേഹത്തിൽ തീർച്ചയായും രാഷ്ട്രീയ ലോകത്തിലും അദ്ദേഹത്തിന് മികച്ച ഒരു പ്രകടനം നടത്താൻ സാധിക്കും. 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജിമ്മിയെ കാണുമ്പോൾ ഒരു ബിസിനസ്സുകാരനെ കാണുന്ന രീതിയിലായിരുന്നു ഞാൻ ആദ്യം കണ്ടത്. പിന്നീട് അദ്ദേഹത്തോട് ബന്ധം പുലർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് പല കഴിവുകളുമുണ്ട് എന്ന്. അതോടുകൂടി ഞാൻ എൻ്റെ ബിസിനസ് ജീവിതത്തിൽ മുഴുവനും അദ്ദേഹത്തിന് ഒരു പങ്കാളിയായി ചേർക്കാൻ ആഗ്രഹിക്കുകയും അതായത് ഇന്ന് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച അദ്ദേഹത്തിൽ തീർച്ചയായും രാഷ്ട്രീയ ലോകത്തിലും അദ്ദേഹത്തിന് മികച്ച ഒരു പ്രകടനം നടത്താൻ സാധിക്കും. സംസ്ഥാന ദേശീയ തലങ്ങളിൽ മികവും തികവുമാർന്ന പ്രവർത്തന മേഖലകളിൽ വ്യാപരിക്കുമ്പോഴും ജിമ്മി ജോർജ് കൊല്ലാടെന്ന സ്വന്തം ഗ്രാമത്തെ ഒരിക്കലും മറന്നുപോയില്ല. ഓണനാളുകളുടെ ഊഷ്മളതയും ഒരുമയും ഏവരിലും എത്തിക്കുന്ന കൊല്ലാട് വള്ളംകളി ഇദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ യാഥാർത്ഥ്യമാണ്. കൊല്ലാട് ബോട്ട് ക്ലബിന്റെ സ്ഥാപകനായും കൊല്ലാട് വള്ളംകളിയുടെ ചെയർമാനായും പ്രവർത്തിക്കുന്ന ജിമ്മി ജോർജ് നാടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന പ്രവർത്തനങ്ങളിലെല്ലാം സദാ സജീവമാണ്. ശ്രീ ജിമ്മി ജോർജ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത ഹൃദയബന്ധമുള്ള സുഹൃത്താണ്. അദ്ദേഹം പാലാക്കാരനാണ്. പാലായിൽ നിന്നും പ്രതികൂലമായ സാഹചര്യത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സ്വന്തം പരിശ്രമത്തിലൂടെ എല്ലാം നേടിയെടുത്തിട്ടുള്ള, തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി മാറാൻ ശ്രീ ജിമ്മി ജോർജിന് കഴിഞ്ഞിട്ടുണ്ട്. ബിസിനസ് രംഗത്തെ വിജയത്തിനു ശേഷം അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലും ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനും പ്രത്യേകിച്ചും NCPയുടെ നാഷണൽ സെക്രട്ടറി എന്നുള്ള നിലയിലും വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ചും NCPയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ സഹായ സഹകരണവും പിന്തുണയും നൽകുന്നതിന് അദ്ദേഹം മുമ്പോട്ട് കടന്നു വന്നിട്ടുണ്ട്. വിവിധ കർമ്മമണ്ഡലങ്ങളിലെ പ്രശംസനീയ പ്രവർത്തനങ്ങൾക്ക് ജിമ്മി ജോർജിനെ തേടിയെത്തിയത് നിരവധി പുരസ്കാരങ്ങളാണ്. 2004 ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ഇന്റർ റിലീജിയസ് ആൻഡ് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ വേൾഡ് പീസ് നൽകിയ അംബാസിഡർ ഓഫ് പീസ് അവാർഡ്, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സമ്മാനിച്ച എക്സലൻസ് അവാർഡ്, മുംബൈ മലയാളി അസോസിയേഷൻ നൽകിയ മറുനാടൻ മഹാപ്രതിഭാ പുരസ്കാരം, 2007 ലഭിച്ച വിശ്വശാന്തി പത്മം അവാർഡ്, മലയാളനാട് പത്രം സമ്മാനിച്ച മാനവശ്രേഷ്ഠ പുരസ്കാരം, പൗരവീക്ഷണം സമർപ്പിച്ച ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, റോട്ടറി ക്ലബ് സമ്മാനിച്ച പോൾ ഹാരിസ് ഫെലോ അവാർഡ്. അംഗീകാരങ്ങളുടെ പട്ടിക ഇനിയും നീളുകയാണ്. അർത്ഥവത്തായിരുന്നു ഈ അരനൂറ്റാണ്ടെന്നതിൻ്റെ പ്രത്യക്ഷ അടയാളങ്ങളാണ് ഈ പുരസ്കാരങ്ങൾ എല്ലാം തന്നെ. അത്ഭുതങ്ങളല്ല, പൊതുസമൂഹത്തിന്റെയും സാമാന്യ ജനത്തിന്റെയും ആവശ്യങ്ങൾക്കും ആവലാതികൾക്കും ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളാണ് താൻ നടത്തുന്നതെന്ന് ചാരിതാർത്ഥ്യത്തോടെ ജിമ്മി ജോർജിന് പറയാൻ കഴിയും.
ഞാനൊരു ക്രിസ്തുമത വിശ്വാസിയാണ്. ഒരു ക്രിസ്തുമത വിശ്വാസത്തോളം ഓരോ മനുഷ്യൻ്റെയും പൗരത്വം സ്വർഗത്തിലാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ലോകത്തിൽ സ്വർഗത്തിൻ്റെ അംബാസഡേഴ്സാണ്, സ്ഥാനപതികളാണ്. അപ്പോൾ ദൈവം ഓരോ മനുഷ്യനെയും ലോകത്തിലാക്കി വെക്കുമ്പോൾ ഓരോരുത്തരെ കുറിച്ചും ഓരോ നിയോഗം ദൈവത്തിനുണ്ട്. ആ നിയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ മനുഷ്യനും ലോകത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് പലതരത്തിലാണ്. എല്ലാവരും പണക്കാരനായിക്കൊള്ളണമെന്നില്ല, എല്ലാവരും IPSകാരായിക്കൊള്ളണമെന്നില്ല, എല്ലാവരും IASകാരാണെന്നില്ല, എല്ലാവരും മന്ത്രിമാരാകണമെന്നില്ല. ലോകത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളെയും കൂടുന്നതാണ് ലോകമെന്ന് പറയുന്നത്. ലോകത്തിൽ ഓരോരുത്തർക്ക് ഓരോ നിയോഗം ദൈവം ഏൽപ്പിക്കുക. അതിൽ എല്ലാ ജോലികളും ചെയ്യുന്നവരുണ്ട്. അപ്പം പലതരത്തിലുള്ള നിയോഗങ്ങൾ ദൈവം ലോകത്തിൽ മനുഷ്യന് നൽകുക. അപ്പോൾ എന്നെക്കുറിച്ച് ദൈവം നൽകിയ നിയോഗം, എനിക്ക് നൽകുന്ന നിയോഗം, അത് പൂർണ്ണമായി വിശ്വസ്തയോടുകൂടി അത് നിറവേറ്റുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ കടമ. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കുടുംബജീവിതത്തിന് വേണ്ടിയാണെങ്കിലും അതുപോലെ എൻ്റെ അധ്വാനിച്ച് ജീവിക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്നെ ഏൽപ്പിച്ച പൊതുരംഗത്ത് എനിക്ക് നൽകിയ അവസരങ്ങളൊക്കെ ആണെങ്കിലും അത് രാഷ്ട്രീയ രംഗത്ത് എനിക്ക് ലഭിച്ച അവസരങ്ങളും ഒക്കെ ഞാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി വിശ്വസ്തയോടുകൂടി ഞാൻ ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് വലിയ അഭിമാനവുമുണ്ട്. സഹോദര വാത്സല്യത്തിന്റെ സ്നേഹാമൃതം നൽകി ഏക സഹോദരൻ ജോജൻ ജോർജും കുടുംബവും, അനുഗ്രഹ സാന്നിധ്യമായി അമ്മയും, സത്പ്രവൃത്തികൾക്കെല്ലാം പ്രോത്സാഹനമേകുന്ന പ്രിയപത്നി ഷീബയും, കർമ്മഗുണത്തിന്റെ നല്ല പാഠങ്ങൾ സ്വന്തം ഗൃഹത്തിൽ നിന്ന് തന്നെ പഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മക്കൾ അജീഷും അഞ്ജനയും, ഇതെല്ലാം ജിമ്മി ജോർജിന്റെ മഹാഭാഗ്യങ്ങളാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ദൃഢശബ്ദത്തിൽ അഭിമാനത്തോടെ ജിമ്മി ജോർജിന് ആവർത്തിക്കുവാനാകുന്നു, സഫലം, സാർത്ഥകം ഈ യാത്ര. ഇനിയുമുണ്ട് ഏറെ ചെയ്യുവാൻ. എണ്ണിയാൽ ഒടുങ്ങാത്ത സുകർമ്മ പഥങ്ങളിലൂടെ കുതിച്ചുപാഞ്ഞ് ഭാരത ജനതയുടെ ആരാധന ഇനിയും ഏറ്റുവാങ്ങുവാൻ ജിമ്മി ജോർജിന് എല്ലാ ഭാവുകങ്ങളും നേരാം.